ഹായ് ഹലോ. ഇപ്പം നമ്മളുള്ളത് തൃശ്ശൂർ റണ്ണിങ് മെറ്റീരിയൽ കിട്ടുന്ന ക്വീൻ എന്നുള്ള ഷോപ്പിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു 2.5 മീറ്റർ ഫാബ്രിക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ കാണിക്കുന്നുണ്ട്. അതായത് ഇതെൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആക്ച്വലി ഒരു പെപ്ലം ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. 2.5 മീറ്റർ എടുക്കുന്നത്. കുട്ടിക്ക് ഒരു ബേബി ഫ്രോക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 2.5 മീറ്റർ ഫാബ്രിക് എടുക്കുന്നത് കേട്ടോ. ഒരു സ്മോൾ സൈസിലൊക്കെ ആണ് നിങ്ങളുടെ സൈസ് എന്നുണ്ടെങ്കിൽ 2 മീറ്റർ കൊണ്ട് തന്നെ നമുക്ക് പെപ്ലം ടോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്വീനിലുള്ള കോട്ടൺ ഫാബ്രിക്സിന്റെ കളക്ഷനാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റേറ്റ് ഇവിടെ 2 റേറ്റേ ഉള്ളൂ, 129ഉം 139ഉം. അപ്പോൾ അതിൽ ഒരു ഫാബ്രിക് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോഴും കസ്റ്റമറിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഫാബ്രിക് നോക്കും, അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമായോ എന്നുള്ളതൊക്കെ ചോദിച്ച് കൺഫേം ചെയ്തിട്ട് അവർക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ എടുക്കുക കേട്ടോ. നമുക്ക് ഏതാണോ ഇഷ്ടമായത് അതല്ല, അവർക്ക് ഏതാണ് ഇഷ്ടമായത് കസ്റ്റമറിൻ്റെ പ്രിഫറൻസിനും അവരുടെ ടേസ്റ്റിനുമാണ് ഇമ്പോർട്ടൻസ്. അങ്ങനെ നോക്കി 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 ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് റെഡ് ഷെയ്ഡിലുള്ള ഈ ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. 2.5 മീറ്റർ ഫാബ്രിക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിന്റെ വിഡ്ത്ത് വന്നിട്ട് 44 ഇഞ്ചാണ് നോർമലി നമുക്ക് റണ്ണിങ്ങിൽ കിട്ടുന്ന മെറ്റീരിയലിന്റെ വിഡ്ത്ത്. ഇപ്പോൾ ഒരു 60 ഇഞ്ച് തുണിയൊക്കെ 60 ഇഞ്ച് വിഡ്ത്തിലുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ 2.5 മീറ്റർ വേണ്ടി വരില്ല. 2 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെപ്ലം ടോപ്പും കുട്ടിക്കുള്ള കുഞ്ഞു ഫ്രോക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അതിന്റെ പരിപാടിയിലേക്ക് പോകാം. ആസ് യൂഷ്വൽ, ആസ് ഓൾവേസ് ഇത് അയൺ ചെയ്യുന്നുണ്ട്. ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ഫസ്റ്റ് അയൺ ചെയ്ത് ചുളികളൊക്കെ നിർത്തിയതിന് ശേഷം മാത്രം മാർക്കിംഗ് ചെയ്യുക. അതിനുശേഷം കട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ആലിയ കട്ട് വരുന്ന പോലെയാണ് ഈ പെപ്ലം ടോപ്പിന്റെ ചെയ്യണത്. അപ്പോൾ ഒരു 4-4.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ ആ ഒരു കർവ് കൊടുത്തിട്ടുള്ളത്. ഇതാ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് ഒരു വി നെക്കാണ്, ഒരു കേർവ്ഡ് ആയിട്ടുള്ള വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഒരു 3 ഇഞ്ചിന്റെ നെക്കാണ്. അപ്പോൾ നമ്മൾ വി നെക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു 5.5 ഇഞ്ച് നെക്ക് ലെങ്ത് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വി നെക്കിന് ഒരു 7 ഇഞ്ച് എങ്കിലും ഇറക്കെടുത്താലാണ് നമുക്കത് സെറ്റ് ആവുക കേട്ടോ. തലയിൽ കൂടെ കയറും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാനിതൊരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ വേണമെന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം ജസ്റ്റ് ഒരു മേക്കിംഗ് വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. കുട്ടിക്കുള്ള ഡ്രസ്സ് തുന്നിയിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള സിമ്പിൾ ഫ്രോക്ക്. അതിൽ ഒരു 4-5 ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഷോ ബട്ടൺ വാങ്ങിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ഇങ്ങനെ ടൈ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു ഫ്രോക്കും എന്താണ് ഈ ഒരു പെപ്ലം ടോപ്പും നമുക്ക് ഇതിൽ നിന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഹൈലോ പാറ്റേൺ ആണ്. ഫ്രണ്ടിൽ കുറച്ച് കയറി ബാക്കിൽ ഇറങ്ങി അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ടോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.